ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യം ഷെയർ ചെയ്യേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളറിയുന്ന ആൾക്കാർ, ലേഡീസ് അങ്ങനെയുള്ള ചില ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ കാനഡയിലേക്ക് പോയത് എന്നുള്ളത്. അതായത് നമുക്ക് സാധാരണ ആയിട്ട് ഉണ്ടാവാറുള്ളൊരു ഡൗട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE കൺട്രി പോലെയുള്ള ഗൾഫ് കൺട്രികളിൽ പോകുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്കിങ്ങനെ കാനഡ പോലെയുള്ള യൂറോപ്യൻ കൺട്രികളിലേക്ക് വരുന്നത്. അതായത് നമുക്ക് ഗൾഫ് കൺട്രി പോലുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ ഇപ്പം ജോലിക്കായാലും തന്നെ ഒരു വിസിറ്റർ വിസ ഇട്ട് ആ വിസിറ്റർ വിസയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ജോലി കണ്ടുപിടിക്കാം. അതിനുശേഷം അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ചെയ്ത ആ ജോലി നമുക്ക് സ്ഥിരമാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെയുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു കൺട്രിയിൽ ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രികളിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വിസിറ്ററായി വരാം. പക്ഷേ ആ വിസിറ്റർ എന്നുള്ള സ്റ്റാറ്റസ് വിസിറ്റിംഗ് സ്റ്റാറ്റസ് മാത്രമാണ്. അതായത് നമുക്ക് ആ ഒരു സ്റ്റാറ്റസിലേക്ക് പുതിയൊരു ജോലി ഇവിടെ നിന്നുകൊണ്ട് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അതായത് ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് സിൻ എന്ന് പറയുന്ന കാർഡ് വേണം. ആ സിൻ നമ്പർ, അതായത് യുണീക്കായിട്ടുള്ളൊരു നമ്പറാണ്. അതിൽ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പം നമ്മുടെ സിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പുതിയതായിട്ടൊരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വിസിറ്റർക്ക് എന്തുതന്നെയായാലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജോബ് കണ്ടുപിടിക്കുക എന്നുള്ളത് സിന്നുള്ള യൂസ് ചെയ്തിട്ട് എളുപ്പമുള്ള കാര്യമില്ല, എളുപ്പമല്ല, പറ്റില്ല എന്നുള്ളതാണ് ചുരുക്കം. പിന്നെ നമുക്ക് അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് അതല്ലാതെ എന്തൊക്കെ വേണ്ട, എങ്ങനെയൊക്കെ നമുക്ക് വരാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ടെമ്പററി ഫോറിൻ വർക്കറായിട്ട് ഇവിടെ വരാം. ടെമ്പററി ഫോറിൻ വർക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം നാട്ടിൽ എവിടെ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികൾക്ക് കാനഡ പോലെയുള്ള കൺട്രികളിൽ ബ്രാഞ്ചോ അല്ലെങ്കിൽ ക്ലയൻസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ ഉണ്ടായിരിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യേണ്ടിയിട്ട് ഇവിടെ വരിക. അപ്പം ഇതിനുള്ള ഇനിഷ്യേറ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളിപ്പം ആ വർക്ക് ചെയ്തിരിക്കുന്ന കമ്പനി തന്നെയായിരിക്കും. പക്ഷേ അതെന്താണ് ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ടെമ്പററി മാത്രമാണ്. ടെമ്പററി ഇൻ ദ സെൻസ് നമുക്ക് മാക്സിമം ഒരു ടെമ്പററി ഫോറിൻ വർക്കറിന് ഇവിടെ ജോലി ചെയ്യാനുള്ള മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 5 ഇയേഴ്സാണ്. പിന്നെ നമുക്ക് ഒരു വർഷം കൂടെ എക്സ്ട്രാ ഒക്കെ കിട്ടും. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സീനിയർ മാനേജർ ലെവലിലുള്ളവർക്ക് ഒരു 1 ഇയർ, മാക്സിമം ഒരു 6 ഇയേഴ്സ് അത്രയേ ഉള്ളൂ. അപ്പം അത് എന്ന് പറയുന്നത് എന്താ പറയുക, അതും ഒരു ടെമ്പററിയാണ്. നമുക്കിവിടെ പെർമനൻ്റായിട്ട് നിൽക്കാനൊന്നും പറ്റില്ല. നമ്മുടെ കോൺട്രാക്ട് പീരീഡ് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബാക്ക് ടു നമ്മുടെ കൺട്രിയിലേക്ക് പോകേണ്ടി വരും. സോ ഇപ്പോൾ ഇതെല്ലാം ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ വന്നത്, അതായത് ഇങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ് പറയാൻ വന്നത്. അപ്പോൾ ഇതൊന്നും അല്ലാതെ ടെമ്പററി ഫോറിൻ വർക്കർ അല്ലാതെ നമുക്ക് എങ്ങനെ വരാം, എങ്ങനെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധാരണ നമുക്ക് വരണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കനേഡിയൻ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള 2 എക്സാമുകളാണ് IELTS, അതേപോലെ സെൽപിപ്പ് എന്നൊക്കെ പറയുന്ന എക്സാംസ്. എന്താണ് IELTS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എലിജിബിലിറ്റി ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന എക്സാം. അതുപോലെ കനേഡിയൻ എലിജിബിലിറ്റി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇൻഡെക്സ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എക്സാംസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിലേതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ട്, അതായത് എത്ര മാർക്ക് വേണം അതിൽ, അതായത് നമ്മുടെ ലാംഗ്വേജിലുള്ള എഫിഷ്യൻസിയാണ് അവർ നോക്കുന്നത്. സാധാരണയായിട്ട് എക്സാം എന്ന് പറയുന്നത് 4 ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതിൽ റീഡിംഗ് ഉണ്ടാവും, റൈറ്റിംഗ് ഉണ്ടാവും, ലിസണിങ് ഉണ്ടാവും, സ്പീക്കിംഗ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇത്ര മാർക്ക് വെച്ചിട്ടുണ്ടാവും. ആ മാർക്ക് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ ക്ലിയർ ആവും. അപ്പോൾ അതിൻ്റെ ഫർദറായിട്ട് ആർക്കെങ്കിലും ഇതിൽ എഴുതാൻ താല്പര്യമുണ്ട്, എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾ സാധാരണ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ എന്തോ സെർച്ച് ചെയ്താൽ മതി. ഇനി ലിങ്ക് എന്തെങ്കിലും വേണമെങ്കിലും മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് IELTS അല്ലെങ്കിൽ സെൽപിപ്പോ ഇതിലേതെങ്കിലും ഒരു എക്സാം ക്ലിയർ ചെയ്തു. അപ്പോൾ ക്ലിയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്ത ഈ സ്കോറൊക്കെ വെച്ചിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അതിൽ നമ്മുടെ ഈ IELTS അല്ലെങ്കിൽ സെൽപിപ്പോ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ മാർക്ക്, പിന്നെ ഏജിനൊരു മാർക്കുണ്ട്, ഇത്ര ഗേസ് പോയിൻ്റ്, ഇത്ര മാർക്ക്. അതേപോലെ നമ്മൾ എന്താണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ, ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടൊരു മാർക്കുണ്ട്. അതിപ്പം UGക്കുള്ളതായിരിക്കില്ല,
PGക്ക് മാസ്റ്റർ ഡിഗ്രി എന്ന് പറയുന്ന സമയത്ത് കൂടും. ഇനിയും MPhil PhD അങ്ങനെ ഡോക്ടറേറ്റ് ഉള്ളവർക്ക് അത് വീണ്ടും കൂടും. അങ്ങനെ അത് നമ്മുടെ എന്താണോ നമ്മുടെ കറണ്ട് ക്വാളിഫിക്കേഷൻ എന്താണോ അത്, അതുപോലെ തന്നെ എന്താണോ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന അവിടെ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അത് എന്താണോ ആ എക്സ്പീരിയൻസിനൊരു മാർക്ക്. അത് നമ്മളിപ്പം എന്താ പറയുക, ഈ മാർക്കുകളൊക്കെ ആഡ് ചെയ്ത്, അതായത് നമ്മുടെ IELTS കിട്ടിയ അല്ലെങ്കിൽ SELP-ന് കിട്ടിയ മാർക്ക്, ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു പോയിൻറ്റ്സ് ഉണ്ടാവും. ഈ പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു മാർക്ക് ജനറേറ്റ് ആവും. അതേപോലെ ഇത് മാത്രമല്ല, ഇതിലിപ്പോൾ നമ്മൾ മാരീഡ് ആണെങ്കിൽ നമ്മുടെ സ്പൗസിനൊരു മാർക്കുണ്ട്, സ്പൗസിൻ്റെ എഡ്യൂക്കേഷനൊരു മാർക്കുണ്ട്. അപ്പോൾ അതെല്ലാം ആഡ് ആകും. ഇതൊക്കെ ആഡായിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലി ഒരു മാർക്ക് വരും. ഈ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇവർ നമ്മുടെ അതായത് ഈ ഒരു, അതായത് ഇപ്പോൾ നമുക്കൊരു 420 അല്ലെങ്കിൽ ഒരു 440 അല്ലെങ്കിൽ 460 മാർക്സ് ഇതെല്ലാം ആഡ് ചെയ്ത് കിട്ടിയെങ്കിൽ ഈ മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, മോണിറ്റർ ചെയ്യാം. മോണിറ്ററിങ് ഇൻ ദ സെൻസ് ഇവരെന്താ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ 2 months 3 months 6 months അതിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവർ ആ ഒരു ഈ പ്രൊഫൈൽ എക്സ്പ്രസ് എൻട്രി എന്നാണ് ഇതിനെ പറയാം, നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഈ എക്സ്പ്രസ് എൻട്രിയിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് അവർ ആളുകളെ വിളിക്കും. ആളുകളെ വിളിക്കുക എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇതൊക്കെ ക്ലിയറായി, നമ്മുടെ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്തു, അതുകൊണ്ട് നമുക്ക് നാളെ ജോലി കിട്ടി എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്ന സെൻസ് എങ്ങനെയാണ് നമുക്കത് അവർ വിളിക്കുക എന്നുള്ളത്, അവർക്കത് ഇപ്പോൾ അവർക്ക് കൂടുതൽ ആളുകളെ വേണം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്ന് IT-യിൽ ഇത്ര ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും IT പീപ്പിളിന് നമ്മുടെ ഇപ്പം 430 സ്കോറിൽ പോലുള്ള ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 460 കൂടുതലുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 500 മുകളിലുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു പേഴ്സണലായിട്ടൊരു ഇൻവിറ്റേഷൻ വരും. ആ ഇൻവിറ്റേഷൻ ബേസ് ചെയ്തിട്ട് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പ്രോസസ്സിങ്ങൊക്കെ കഴിയണമെങ്കിൽ ഇത്തിരി സമയം എടുക്കും. എന്നിരുന്നാലും മാക്സിമം 6 months ഒക്കെ പേര് അത് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കാർഡ് കിട്ടും. ആ കാർഡാണ് നമ്മുടെ PR കാർഡ് എന്ന് പറയുന്നത്. ഈ PR കാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻസിനുള്ള കാർഡാണ്. പെർമനൻ്റായിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരാൾക്കാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിൻറ്റ്. ആരെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസൾട്ടൻസിനെ സമീപിക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഈ ഒരു എക്സാമിനും കാര്യങ്ങൾക്കും ഒരു ഗവൺമെൻറ് പറയുന്നൊരു പൈസയുണ്ട്. ആ ഒരു പൈസ അല്ലാതെ എക്സ്ട്രാ നമുക്ക് യാതൊന്നും തന്നെ ഇതിൽ ചിലവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ജോലിയൊന്നും ഉപേക്ഷിക്കാണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ PR കാർഡ് നമ്മൾ റിസീവ് ചെയ്തു. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്നുകൊണ്ട് തന്നെ ജോലി സെർച്ച് ചെയ്യാം. ഇവിടെ വരണമെന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമ്മളിപ്പോൾ ഒരു PR കാർഡ് കിട്ടിയ ആൾ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസാണ്. ഒരു ജോലി കിട്ടണമെങ്കിൽ മിനിമം നമുക്ക് ചില സമയം ഒരു 2-3 months ഒക്കെ ആകുമല്ലോ. അപ്പം നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് അതുവരെയും നമുക്ക് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ എന്താ പറയുക, കോസ്റ്റ് ഓഫ് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള സ്ഥലമാണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഏതാണോ നമ്മുടെ സ്ഥലത്തുള്ള ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ PR കാർഡ് വെച്ച് നമുക്ക് ഇവിടെ ജോലി സെർച്ച് ചെയ്തു. ഇനിയിപ്പോൾ വൺസ് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി സെലക്റ്റായി നമുക്ക് ആ ജോബ് ഓഫർ ലെറ്ററൊക്കെ വെച്ച് നമുക്കിവിടെ വന്ന് നമുക്കിവിടെ പെർമനൻ്റായിട്ട് താമസിക്കാവുന്നതാണ്. ടെമ്പററി ഫോറിൻ വർക്കറേ അല്ല, ആ ടെമ്പററിയേ അല്ല, നമ്മൾ പിന്നെ ഇവിടെയുള്ള പെർമനൻറ്റ് റെസിഡൻ്റായി. അപ്പോൾ പെർമനൻറ്റ് റെസിഡൻ്റ് ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇവർ തരുന്ന എന്താ പറയുക വേജസ് എന്നുള്ള സ്കെയിൽ ഓഫ് പേ എന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരു ടെമ്പററി ഫോറിൻ വർക്കർക്കുള്ള സ്കെയിൽ ഓഫ് പേ ആയിരിക്കില്ല നമ്മൾ PR-ലുള്ള സെയിം ജോലി ചെയ്യുന്ന വേറൊരാൾക്കാർക്ക് കോൺട്രാക്ട് ജോബൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. നല്ല വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു ഹവറിന് $100 ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ അതായത് ടെമ്പററി ഫോറിൻ വർക്കർ ആകുന്ന അവരൊക്കെ നേരെ അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാലറിയിലൊക്കെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിളായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ PR കാർഡ് വാങ്ങിക്കാതെ PR എടുത്ത് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സേഫ് ആയിട്ടുള്ള വേ. അപ്പം ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി എല്ലാം മെസ്സേജ് ചെയ്യുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ ടെമ്പററി ഫോറിൻ വർക്കറായിട്ട് വരാം. രണ്ടാമത്
IELTS ഇങ്ങനെയുള്ള എക്സാംസ് എഴുതി പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ട് വരാം. അത് സെക്കൻഡ് ഓപ്ഷൻ, അതാണ് കറക്റ്റ് വേ. ഇനി ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, അതായത് എങ്ങനെ വരാമെന്നുള്ളത് സ്റ്റുഡൻ്റ് ആയിട്ട് വരാം. സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന സമയത്തും നമ്മൾ IELTS പോലുള്ള എക്സാം എഴുതണം. പക്ഷേങ്കിൽ അത് അക്കാഡമിക് എന്നുള്ള എക്സാം എഴുതേണ്ടത്. നമ്മുടെ PR എഴുതാനുള്ളത് IELTS ജനറൽ എക്സാംസാണ്. ജനറൽ എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ സ്റ്റുഡൻ്റായിട്ട് വരുന്ന സമയത്ത് അക്കാഡമിക് എന്നുള്ള എക്സാമാണ് എഴുതേണ്ടത്. അതായത് രണ്ടും ഡിഫറെൻ്റ് ഇൻ ദ സെൻസ് പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. നമുക്ക് സ്കോർ കിട്ടേണ്ട സ്കോറിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വരണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഒരുപാട് നാട്ടിൽ എമിഗ്രേഷൻ കൺസൾട്ടൻസി പോലത്തെയും അതേപോലെ ഇതുപോലെ ഒരുപാട് ഗവൺമെൻറ് ഏജൻസീസൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് പോവുകയാണെങ്കിൽ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നെക്സ്റ്റ് എന്താ സ്റ്റെപ്പ് ചെയ്യേണ്ടതുള്ളത് എന്നുള്ളത്. അതിന് ഫ്രീ ഓഫ് കോസ്റ്റാണ്, പ്രത്യേകിച്ച് പൈസയൊന്നും നമ്മളതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റികളിലേക്കുള്ളത് നമ്മൾ ഈ എക്സാം ക്ലിയർ ആകുന്നതോടുകൂടെ അവർ നമുക്ക് ഇൻറ്റിമേറ്റ് ചെയ്ത് നമ്മൾ ആപ്റ്റായിട്ടുള്ളൊരു കോഴ്സ് നമുക്കവർ സെലക്ട് ചെയ്ത് തരും. അപ്പം ഇതാണ് സ്റ്റുഡൻറ്റ് കേസിൽ. അപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരുന്നവർക്ക് വേറൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റുഡൻറ്റിന് ഇപ്പം 1 ഇയർ കോഴ്സ് മിനിമം എന്ന് പറയുന്നത് 1 ഇയർ കോഴ്സാണ്. അപ്പോൾ ഒരു 1 ഇയർ കോഴ്സ് സെലക്ട് ചെയ്തിട്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഒരു വർഷം ഇവിടെ പഠിച്ച് തീർന്നു കഴിഞ്ഞാൽ നമുക്കൊരു 1 ഇയർ ബോണസ് ഇയർ ഇവിടെ കിട്ടും. അതായത് എക്സ്ട്രാ നമുക്ക് 1 ഇയർ ഇവിടെ താമസിക്കാം, ജോലി ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 ഇയേഴ്സ്, അതായത് നമുക്ക് 1+1 ഒരു ഓഫർ പോലെയാണത്. 2 ഇയേഴ്സ്. അതേപോലെ 2 ഇയേഴ്സ് കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ എഡീഷണൽ 3 ഇയേഴ്സ് ബോണസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 5 ഇയേഴ്സ് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിൽക്കാം. ഇനി സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ നമ്മൾ ഈ IELTS അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സാമുകളോ അക്കാഡമിക് എഴുതി ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ കോഴ്സ് തീരുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഈ PR കാർഡൊന്നും കിട്ടില്ല. നമ്മൾ വീണ്ടും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 2 ഇയേഴ്സ് കോഴ്സ് സെലക്ട് ചെയ്തു, വന്നു, ഇവിടെ പഠിച്ചു, 3 ഇയേഴ്സ് ഇവിടെ ജോലി ചെയ്തു. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ കൺട്രി ആയിട്ട് ഓക്കെ, അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റ് എല്ലാം ആയിട്ട് നമുക്ക് ഓക്കെയാണ് എല്ലാ വിധത്തിലാണെങ്കിൽ നമുക്കിവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ IELTS ഞാൻ ഈ പറഞ്ഞ PRനുള്ള പ്രൊസീജിയർ എല്ലാം ചെയ്യണം. പക്ഷേ എന്താണ് സ്റ്റുഡൻറ്റിന് ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റുഡൻസിന് നമുക്ക് ഒന്ന് ഇവിടെ പഠിച്ചത് കൊണ്ട് തന്നെ അവർക്ക് എക്സ്ട്രാ പോയിൻ്റ് ക്വാളിഫിക്കേഷൻ്റെ കേസിൽ കിട്ടും. അതായത് ഞാൻ പറഞ്ഞില്ല, എക്സ്പ്രസ് എൻട്രിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏജിനൊരു മാർക്കുണ്ട്, അതേപോലെ ക്വാളിഫിക്കേഷനൊരു മാർക്കുണ്ട്, എക്സ്പീരിയൻസിനൊരു മാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ. അത് അവർക്ക് നമുക്ക് സാധാരണ നമ്മളിപ്പോൾ നാട്ടിൽ പഠിച്ച പോലെ അവരുള്ള സ്കോറായിരിക്കില്ല, അതിനേക്കാളും ബോണസ് സ്കോറായിരിക്കും ഇവിടെ പഠിച്ച് ഇവിടെയുള്ള ഒരു യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ആയുള്ളവർക്ക്. അപ്പം നമുക്ക് സ്റ്റുഡൻറ്റ് IELTS വീണ്ടും ജനറൽ എഴുതുന്ന സമയത്ത് ഇതൊക്കെ അവർക്ക് ഒരു എഡീഷണൽ പോയിൻ്റ് ആയിട്ട് വരും. അവർക്ക് ആ കിട്ടുന്ന സ്കോർ കൂടും. അതേപോലെ തന്നെ അവരിപ്പോൾ എന്തെന്നാലും ഒരു 2 ഇയേഴ്സ് ആണെങ്കിൽ 3 ഇയേഴ്സ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് 3 ഇയേഴ്സ് കാനഡിയൻ എക്സ്പീരിയൻസ് ഉണ്ടാവും. എക്സ്പീരിയൻസിൻ്റെ കേസിലും ഇവിടെയുള്ള എക്സ്പീരിയൻസിന് എഡീഷണൽ മാർക്കാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന സമയത്ത് സ്കോർ അങ്ങ് നന്നായിട്ട് കൂടും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ എക്സ്പ്രസ് എൻട്രിയിലേക്ക് PR കാർഡിൻ്റെ PRയുടെ പ്രൊസീജിയറിൻ്റെ എക്സ്പ്രസ് എൻട്രിയിലേക്ക് നമുക്ക് കയറാനുള്ള ഇത് എന്താണ് ചാൻസസ് കൂടുതലാണ് കമ്പയർ ടു സാധാരണ നമ്മളൊരു എന്താ പറയുക ജനറൽ എഴുതിയിട്ട് ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ജോബിനായിട്ട് സെർച്ച് ചെയ്തിട്ട് വരുന്നവരെക്കാളും ഇവർക്ക് ഇത്ര കൂടെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അല്ലാണ്ട് നമുക്ക് ബിസിനസ് എന്താ പറയുക ബിസിനസ് പർപ്പസിനായിട്ട് വരാം. അപ്പം അത് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കാണിക്കണം. അങ്ങനെ എന്തൊക്കെയോ പ്രൊസീജിയറുകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ ഈ പറഞ്ഞൊക്കെ വന്നതിൽ ഏറ്റവും സേഫ്റ്റി ആൻഡ് ബെറ്റർ വേ എന്ന് പറയുന്നത് ജനറൽ എക്സാം എഴുതുക, PR വാങ്ങുക, വരിക, ജോലി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫേക്കായിട്ടുള്ള കൺസൾട്ടൻസീസ് ഏജൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ എന്താ പറയുക അറിയാതെ പോയി പെടുകയാണെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് നഷ്ടമാവും. പിന്നെ അതുമല്ല ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമുക്ക് പറ്റിച്ചു എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സൺ, അതായത് സിംഗിൾ പേഴ്സൺ വിചാരിച്ച് നമുക്ക് ഒരാളെ റെഫർ ചെയ്തിട്ട് ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. എന്താണെങ്കിലും നമ്മൾ ഇവിടെ വന്ന്, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷനോ അല്ല നമ്മുടെ എന്താണോ നമ്മുടെ സ്റ്റഫിനനുസരിച്ച് മാത്രമേ നമുക്കിവിടെ കിട്ടുള്ളൂ. അല്ലാണ്ട് എന്താ പറയുക എനിക്ക് ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ എനിക്കൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ മണ്ടത്തരാണത്. ആരും വിശ്വസിക്കാതിരിക്കുക. അത് നമ്മുടെ എന്താ പറയുക പറ്റിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. പിന്നെ കൺസൾട്ടൻസി നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഗവൺമെൻറ്
ഗവൺമെൻറ് അംഗീകരിച്ചിട്ടില്ല, അറിയാവുന്ന കൃത്യമായിട്ട് നമുക്ക് ഇനിയൊരാൾ മുന്നിൽ ഇത് വെച്ചിട്ടുള്ള ഒരാൾ എന്താ പറയുക ഈ ഒരു കൺസൾട്ടൻസി യൂസ് ചെയ്തിട്ട് പോയി എന്ന് കൺഫേം ആയതിന് ശേഷം മാത്രം നമ്മളതിൽ അപ്ലൈ ചെയ്യുക. പക്ഷേങ്കിലും എന്താണ്, നമ്മളിപ്പോൾ ചെറിയൊരു ജോബ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ എന്താ പറയുക ഹോട്ടലിലൊരു റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ആയി കൂടെയുള്ള ജോലിക്ക് കൺസൾട്ടൻസീസ് ചോദിക്കുന്ന പൈസ എന്ന് പറയുന്നത് മിനിമം 20 to 25 lakhs ആൻഡ് അബോവ് ആണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു കാലയളവിൽ 2 ഇയേഴ്സിനോ 3 ഇയേഴ്സിനോ ഈ ഒരു കൺസൾട്ടൻസി ത്രൂ ഇവിടെ വരിക ജോലി ചെയ്താൽ ഒരിക്കലും നമുക്ക് ഈ കൊടുക്കുന്ന കൺസൾട്ടൻസിക്ക് കൊടുക്കുന്ന പൈസ കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരില്ല എന്നുള്ളതാണ് ചുരുക്കം. അതായത് നമുക്ക് ആ ഒരു ഗ്രേഡിലുള്ള ജോബിനാണ് അവർ ആ ഒരു എമൗണ്ട് വാങ്ങുന്നത്. ആ ഒരു എമൗണ്ട് നമുക്ക് ജോലിയെടുത്ത് ഇവിടെ സമ്പാദിച്ചൊക്കെ സെറ്റിലായി എല്ലാ എക്സ്പെൻസ് ഉണ്ടാകും, കാര്യങ്ങളുണ്ടാകും, എല്ലാം ഉണ്ടാകും. എല്ലാം ബാലൻസ് ചെയ്ത് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ കറക്റ്റായിട്ടുള്ള വേ ഫോളോ ചെയ്യുക. നമ്മൾ കുറച്ച് ട്രൈ ചെയ്യുക. ബുദ്ധിമുട്ടിയാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. സോ എല്ലാവരും കറക്റ്റായിട്ടുള്ള വേ മാത്രം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.